അപ്പുറത്ത് ഇംഗ്ലീഷ് അമ്മാതിരി അടി അടിച്ചപ്പോൾ ഓർക്കണ്ടേ ഇപ്പുറത്ത് ഇമാതിരി ഒരു മുതലുണ്ടെന്ന്. ആയുഷ് മാത്രയ്ക്ക് പരിക്കേറ്റപ്പോൾ ചെന്നൈ ഇനി 3-ാം നമ്പറിൽ ആരെ ഇറക്കുമെന്ന് എതിരാളികൾ ചോദിച്ചപ്പോൾ ഇതാ പോയതിനേക്കാൾ വലിയ വെടിക്കെട്ടുകാരൻ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വെറും 28 പന്തിൽ സെഞ്ചുറി നേടിയ താരമാണ്. അതിനു മുൻപും 31 പന്തിലും സെഞ്ചുറി നേടി പവർ ഹിറ്റിംഗ് കഴിവ് തെളിയിച്ചതാണ്. അതുകൊണ്ടുതന്നെ ആ വെടിക്കെട്ടിന്റെ ഉറവിടം തേടി ഏറെ ദൂരം പോകേണ്ട. ലഖ്നൗ ബാറ്റർമാരെ പഞ്ചറാക്കിയ ഇന്നിംഗ്സ്. 13 പന്തിൽ 50 തികച്ച് ജയ്സ്വാളിനൊപ്പം IPL-ലെ വേഗതയേറിയ 50 എന്ന നേട്ടം പങ്കിട്ടു. ആകെ നേടിയത് 23 പന്തിൽ 65 റൺസ്, 8 സിക്സറും 2 ഫോറുകളും അടക്കം 282 സ്ട്രൈക്ക് റേറ്റ്. അതിൽ തുടർച്ചയായ 5 സിക്സറും 1 ഫോറും. ഉർവിൽ ഇന്നിംഗ്സ് അല്ല, ഒരു ഉരുൾപൊട്ടൽ ഇന്നിംഗ്സ്. ചെന്നൈയുടെ ഭാവിയാണ് ഉർവിൽ. കഴിഞ്ഞ സീസൺ അവസാനം രാഹുൽ ത്രിപാഠിയെയും വിജയ് ശങ്കറിനെയും എല്ലാം മാറ്റി യുവരക്തങ്ങളായ ആയുഷ് മാത്രേ, ഡെവാൾഡ് ബ്രെവീസ്, ഉർവിൽ പട്ടേൽ എന്നിവരെ കൊണ്ടുവന്നപ്പോൾ ചെന്നൈയിൽ കണ്ട മാറ്റമുണ്ട്. ആ തലമുറ മാറ്റമാണ് ഈ സീസണിലും വീണു കിടന്നിരുന്ന ചെന്നൈയെ പ്ലേ ഓഫിന്റെ വാതിലിന് തൊട്ടടുത്തെത്തിച്ചിരിക്കുന്നത്. തന്റെ സീസണിലെ 2-ാം മത്സരത്തിൽ തന്നെ ഒരു ഇടിവെട്ട് ഇന്നിംഗ്സ് ആണ് ജോഷ് ഇംഗ്ലീഷ് ലഖ്നൌവിനായി കാഴ്ചവെച്ചത്. 17 പന്തിൽ 50 തികച്ചും 33 പന്തിൽ 6 സിക്സറും 10 ഫോറുകളും അടക്കം 85 റൺസ് നേടിയും താരം ഈ ദിനം തൂക്കുമെന്ന് തോന്നിപ്പിച്ചതാണ്. 25 പന്തിൽ 43 റൺസ് നേടിയ ഷഹബാസ് അഹമ്മദിന്റെ ഇന്നിംഗ്സ് കൂടിയായതോടെ ലഖ്നൌ ഈ മത്സരം സീൽ ചെയ്തു എന്ന് കരുതിയതാണ്. എന്നാൽ ഇന്ന് വിസിൽ പോഡൂക്കാരുടെ ദിവസമായിരുന്നു. അപ്പുറത്ത് വിജയ് അണ്ണൻ വിസിൽ വിളിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇവിടെ ചെപ്പോക്കിൽ മറ്റൊരു വിസിൽ കൂടി അടിച്ചു. സഞ്ജു സാംസൺ ആണ് തുടക്കമിട്ടത്. 14 പന്തിൽ 2 സിക്സറും 3 ഫോറും അടക്കം 28 റൺസ് നേടിയാണ് ചേട്ടൻ മടങ്ങിയത്. സീസൺ തുടക്കത്തിൽ ഫോം കണ്ടെത്താതെ വിഷമിച്ച് ഇപ്പോൾ ഫോമിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഋതുരാജ് ഗൈക്വാഡ് 28 പന്തിൽ 2 സിക്സറും 3 ഫോറുകളും അടക്കം 42 റൺസ് നേടി. അതിനിടയിലായിരുന്നു ഉർവിലിന്റെ വെടിപ്പൂരം. ഈ 3 പേരും മടങ്ങിയതോടെ ചെന്നൈ കുറച്ച് പ്രഷറിലേക്ക് വീണു. എന്നാൽ പ്രശാന്ത് വീറും ശിവം ദ്യൂബയും ചേർന്ന് അവസാന ഓവറിൽ കാര്യങ്ങൾ ഭംഗിയായി അവസാനിപ്പിച്ചു. ഹാട്രിക് ജയത്തോടെ 11 മത്സരങ്ങളിൽ 12 പോയിന്റോടെ ചെന്നൈ പ്ലേ ഓഫ് പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. ഇനി 3 മത്സരങ്ങളിൽ 2 ജയം നേടിയാൽ പോലും ചെന്നൈക്ക് പ്ലേ ഓഫ് കടക്കാം. 1 ജയം നേടിയാൽ പോലും മറ്റ് ടീമുകളുടെ മത്സരം അനുസരിച്ച് സാധ്യതയുണ്ടാകും. അതേസമയം ഋഷഭ് പന്തും സംഘവും പ്ലേ ഓഫ് കാണാതെ പുറത്താകുകയും ചെയ്തു. തുടർച്ചയായ 2-ാം ഫ്ലോപ്പ് സീസണിനെ LSGയുടെ കലിപ്പ് ഓണർ സഞ്ജീവ് ഗോയങ്ക എങ്ങനെ സമീപിക്കുമെന്ന് മാത്രം കണ്ടറിയാം.